സമയത്തിന്റെ വില. സുന്ദരമായ ഒരു പ്രഭാതം. നമ്മുടെ പുൽച്ചാടി കാറ്റുകൊണ്ട് വിശ്രമിക്കുകയായിരുന്നു. അപ്പോഴാണ് നമ്മുടെ ഉറുമ്പച്ചൻ ആ വഴി നടന്നു വരുന്നത്. അവന്റെ ചുമരിൽ എന്തോ ഇരിപ്പുണ്ടല്ലോ, പുൽച്ചാടി മനസ്സിൽ പറഞ്ഞു. എന്താ ഉറുമ്പച്ചാരെ, എന്താ നിന്റെ ചുമരിൽ? മഴക്കാലം ഇങ്ങെത്താറായി. മഴക്കാലത്ത് ആഹാരം തേടാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അന്നത്തേക്കുള്ള ആഹാരം ഞാൻ സംഭരിക്കുകയാണ്. ഇത് കേട്ട പുൽച്ചാടി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. മണ്ടൻ ഉറുമ്പച്ചാരെ, മഴക്കാലത്തിന് ഇനിയും ഒരുപാട് സമയമുണ്ട്. ഇപ്പോൾ നീ എന്റെ കൂടെ വാ, നമുക്ക് കളിച്ച് രസിച്ച് നടക്കാം. അയ്യോ, ഞാനില്ല, എനിക്കിനിയും ഒരുപാട് പണിയുണ്ട് എന്ന് പറഞ്ഞു ഉറുമ്പച്ചാര് വീട്ടിലേക്ക് നടന്നു. മഴക്കാലമായി. ആഹാരം തേടി ഒരുപാട് അലഞ്ഞ പുൽച്ചാടിക്ക് ഒന്നും തന്നെ കിട്ടിയില്ല. അവന് ഒരുപാട് സങ്കടമായി. തൊട്ടടുത്ത മരത്തിലിരുന്ന ഉറുമ്പച്ചാര് ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. ഇത് കണ്ട് വിഷമം തോന്നിയ ഉറുമ്പച്ചാര് പുൽച്ചാടിയെ വീട്ടിലേക്ക് ക്ഷണിച്ചു. താൻ ശേഖരിച്ചു വെച്ച ആഹാരത്തിൽ നിന്ന് ഒരു പങ്ക് പുൽച്ചാടിക്ക് നൽകി. തന്റെ തെറ്റ് മനസ്സിലാക്കിയ പുൽച്ചാടി പറഞ്ഞു, ഇപ്പോഴാണ് എനിക്ക് എന്റെ സമയത്തിന്റെ വില മനസ്സിലായത്. ഇത് കേട്ട ഉറുമ്പച്ചാര് പറഞ്ഞു, സമ്പത്ത് കാലത്ത് തൈപത്ത് വെച്ചാൽ ആപത്തു കാലത്ത് കാപത്ത് തിന്നാം.